എന്താണ് ഈ സമയത്ത് അടിച്ചു പൊളിക്കുന്നത്? ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ നാശങ്ങള്. എന്താ എടാ, പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വാതിൽ തുറന്നാലേ ഞാൻ ആരാടാ? ആരാണെന്നാ ചോദിച്ചത്? ആരാണാവോ? ഞാൻ പറഞ്ഞില്ല വാതിൽ തുറക്കാൻ. പിന്നെ നീ എപ്പോഴും എന്തിനാ ഇതിൽ കൂടെ കിണികിണിന്ന് അടിക്കുന്നത്? എന്താ ഈ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എടാ, ഈ ആഴ്ചയിൽ ഒരു ദിവസം നീ ജോലി ചെയ്തിട്ടുണ്ടോ? എന്റെ പൊന്ന് കല്യാണിയമ്മേ, ഞാൻ ജോലിക്ക് വരാൻ ഇറങ്ങുമ്പോഴാ ശാന്തമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം. തെഞ്ഞോട്ട് നോക്കിയേ, ശാന്തമ്മയുടെ വയറ് നിമിഷത്തിന് നിമിഷം ബും ബും വീർത്തുകൊണ്ടിരിക്കുക. ശാന്തമ്മ എന്നെ നോക്കുന്നു, ഞാൻ ശാന്തമ്മയെ നോക്കുന്നു, വയറിങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഡാക്ടർ നോക്കി, അപ്പോഴാ കാര്യം മനസ്സിലായത്. എന്ത്? ഞാനൊരു അച്ഛനാകാൻ പോകുന്നെന്ന്. ആ സന്തോഷ വാർത്ത ആദ്യമായിട്ട് കല്യാണിയമ്മയെ തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കടിഞ്ഞൂൽ പ്രസവല്ലേ സന്തോഷ വാർത്ത അറിയിക്കാൻ? എടാ കള്ള, നിന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയ വിവരം നീയല്ലടാ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറഞ്ഞു കാണും. ഓ, ഭയങ്കര വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ? ഞാൻ തന്നെ പോയി നോക്കിട്ട് വരാം. ചെല്ലി ചെല്ലി, കുടല് കരിഞ്ഞു. പ്രകാശനും കൊണ്ട് വരട്ടെ. ഇന്ന് നിന്റെ ചീട്ട് ഞാൻ കീറിക്കും, മനസ്സിലായ? മോളെ അനിതേ, എന്താ ഈ കാണിക്കണേ? ഈ കുന്ത്രാണ്ട കൊണ്ട് പിടിച്ചാലേ തലയ്ക്ക് കേടാ. പണ്ടൊക്കെ ഞങ്ങള് കുളിയും കഴിഞ്ഞ് ഇളം വെയിലത്ത് മുടി ഉണക്കാൻ ഒരു നിപ്പുണ്ട്. ഇപ്പോഴത്തെ പെൺപിള്ളേരാണെങ്കിൽ മുടിയൊക്കെ പറ്റ വെച്ചിട്ട് നടക്കല്ലേ. ചോദിച്ചാ പറയും ഫാഷനാണ് പോലും, ഫാഷൻ. പ്രകാശം വന്നില്ലല്ലോ മോളെ. നാളെ വീണ്ടും ബോംബെക്ക് പോവാണല്ലേ? ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. ഇങ്ങനെയുണ്ട് ഒരു തിരക്ക്. മാസത്തിലൊരു 10 ദിവസമെങ്കിലും തിരക്ക് വീട്ടിലിരുന്നിട്ടുണ്ടോ? ബിസിനസ് കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ബിസിനസ് എന്ന് പറഞ്ഞ് ഓടി നടന്നാ മതിയോ? ആർക്ക് വേണ്ടിട്ടതൊക്കെ? കല്യാണം കഴിഞ്ഞ് നാളെ ഇത്രയായി, ഇതുവരെ ആയിട്ടും പ്രകാശം ഒന്നും തോന്നുന്നു. നീ ഇതൊക്കെ അവനോട് സൗകര്യം പോലെ പറഞ്ഞ് മനസ്സിലാക്കും. നീ വേഗം ഒന്ന് റെഡിയാവും. നമുക്ക് ആ ക്യാപ്റ്റൻ പിള്ളയുടെ വീട് വരെ ഒന്ന് പോകണം. കുറേ ദിവസമായി അയാൾ വിളിക്കുന്നു. ഞാൻ നിന്നെ കൊണ്ട് ചെല്ലാൻ നേരിട്ടിരിക്കുക. ഞാൻ വരുന്നില്ല, അവിടെ കുടിയും ബഹളവും ഒക്കെ ആയിരിക്കും. നീ ഇങ്ങനെ തുടങ്ങിയാലോ? ഒരു സ്ഥലത്ത് വിളിച്ചാലും വരൂല. പ്രകാശ് പോയിട്ട് വന്നാ മതി. മിസസ് പിള്ള ചോദിച്ചാ എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാ മതി. എപ്പോഴും നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞാലേ ഞാൻ ഒരു നിത്യരോഗിയാണ് മാരേജ് ചെയ്തേക്കുന്ന അവര് കരുതും. അവളിവിടെ ഇരിക്കട്ടെ എന്റെ പ്രകാശ, നമുക്ക് രണ്ടുപേരും കൂടി പോവാം. കൊറേ നാളായി ഞാൻ ഒരു പാർട്ടിക്ക് പോയിട്ട്. മോളെ, അലമാര തുറന്നിട്ടേ ഒരു നല്ല പട്ടുസാരി എടുത്തിട്ട് വന്നേ. എന്തോ ഫ്രോക്ക് ആയിക്കോട്ടെ, എന്തിനാ സാരി ആക്കുന്നത് അല്ലേ? അതൊക്കെ മോന്റെ ഇഷ്ടം, എനിക്ക് എന്തായാലും വിരോധമില്ല. തള്ളയൊന്ന് പോകുന്നുണ്ടോ? ഒരു പാർട്ടി കൂട്ടിനൊന്ന് വരാമെന്ന് കരുതി പറഞ്ഞതാ. ഓ, കൂട്ടിന് വരാൻ പറ്റിയ ഒരാള് അല്ലെങ്കിൽ ഞാൻ വരൂന്ന് കരുതിയോ? ഒന്ന് പോടാ, എന്റെ പട്ടി വരും, പട്ടി. അല്ലേ? കേട്ടില്ലേ? ഇതാ സ്വന്തക്കാരായുള്ള കുഴപ്പം. നീ ആ തള്ളയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്. അപ്പോ ഞാൻ ഇന്നും പാർട്ടിക്ക് തനിച്ചു പോണം അല്ലേ? സോറി പ്രകാശ്, വരൂ, ഡ്രസ് മാറ്റാം. ശരി. നല്ല പാർട്ടിയാ. ഇന്നലെ എവിടെ പോയതാ? ഞാനും അമ്മ സിനിമയ്ക്ക് പോയി. ഓ, എപ്പോ നോക്കിയാലും ഒരു സിനിമ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന്. അമ്മ വിളിച്ചോണ്ട് പോയതാ. അമ്മയോട് പോയി ചാകാൻ പറയും. അമ്മ എന്താടി ഇവിടെ വന്ന് നിക്കണേ? കേട്ടില്ലേ? ആഹാ, ഇതാണോ കാര്യം? അതെങ്ങനെയാ? വേലയും പണിയില്ലാത്ത കുറെ അലവലാദികളുണ്ട് വായി നോക്കാൻ. ഇവനെയൊക്കെ പല്ലടിച്ചു കൊഴിക്കണം. വെറും വൈകി പഞ്ചാര അടിക്കാൻ ഇറങ്ങിയാണ്. എന്താണ് മതലിന്റെ അടുത്ത് പരിങ്ങുന്നത്? ഞാനവന് പരിങ്ങുന്നൊന്നുമല്ല. പല്ല് തേക്കാൻ ഇത്തിരി ഉമിക്കരി ചോദിച്ചതാണ്. അതിന് ഇവിടെ ടേസ്റ്റ് ഇരിപ്പില്ലേ? പല്ല് വെളുക്കാൻ ഏറ്റവും നല്ലത് ഉമിക്കരിയാണ്. നീ ഇനി അധികകാലം തേച്ച് വെളുപ്പിക്കേണ്ടി വരൂല. അതിനു മുമ്പ് അവരെ അടിച്ചു കൊഴിക്കും. അതിന് അവൾക്ക് അച്ഛനും ആങ്ങളാരും ആരും ഇല്ലടാ. വേണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു അമ്മ പോരെ. നീ ആള് മാറി എന്നെ തല്ലു വിളിക്കരുത്. ഞാൻ ശ്രമിക്കാം. അതോ ഒരു കാര്യം മറന്നു കിടക്കായിരുന്നു. എന്താണ് ഇവിടുന്ന് മോങ്ങുന്നേ? നിക്കടേ ഇവിടെ. എങ്ങോട്ടാ? ഞാനിവിടെ നിക്കണ കണ്ടില്ലേ? പെൺപിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഇന്ന് കോളേജിലൊന്നും പോയില്ല? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേര് കോളേജിലേക്കൊന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടടത്തൊക്കെ കറങ്ങി നടക്കല്ലേ?
ഞാൻ കറങ്ങി നടക്കാൻ ഒന്നും പോകാറില്ല. ചേച്ചിയെ കാണാൻ വന്നതാ. ചേച്ചിയാ? ഏത് വകയിലെ നിന്റെ ചേച്ചിയാവണത്? അനിതയുടെ അച്ഛന്റെ അമ്മാവന്റെ മകളല്ലേ നീ? അപ്പൊ അനിത നിനക്ക് അമ്മായിയാ? അമ്മായിന്നൊന്നും വിളിക്കാൻ എനിക്ക് വയ്യ. എന്നാ നാത്തൂരിനെ വിളിച്ചോ. ഈ വല്യമ്മച്ചോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ വലിയ പാടാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഒന്നും കഴിക്കാതെയാ പോകുന്നത്. ആ, വരവിന്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. ചേച്ചി എവിടെ? മോളുണ്ട്. ചെല്ല് ചെല്ല്. ചേച്ചി. അനീറ്റയാണ് അമ്മായി ആണെന്നും പറഞ്ഞ് ഓരോരുത്തരും വലിഞ്ഞു കയറി വരും. ആ ചെറുക്കനിങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ വാരി കോരി കൊടുക്കാൻ. വല്ലാത്ത വിശപ്പ്. അമ്മയോട് എത്ര പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. ഹാഫ് സാരി ചുറ്റി ക്ലാസ്സിൽ പോയാൽ മതിയെന്നാ പറയുന്നേ. ഫ്രണ്ട്സ് ഒക്കെ ലേറ്റസ്റ്റ് ഫാഷനുള്ള ഓരോ ഡ്രസ് ഇട്ടുകൊണ്ട് വരുമ്പോ എനിക്ക് കൊതിയാവുന്നു. വേണ്ട വേണ്ട, എന്തിനാ അമ്മയെ കുറ്റം പറയുന്നേ? നിനക്കിപ്പോ കുറച്ച് ഡ്രസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വാങ്ങിത്തരാം, പോരെ? ഇന്നത്തെ കാലത്ത് ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ആർടി ഓഫീസിൽ അതിന്റെ പേരിലാണല്ലോ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോണത്. എന്നാലും നല്ല ഒന്നാന്തരം ജോലിയല്ലേ ഇനി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അത്ര നല്ല ജോലിയൊന്നുമല്ല. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ അല്പം ശമ്പളം കൂടുതലാണെന്ന് മാത്രം. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം, പോയില്ലേ? അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ അയാൾ ഒന്നുകൂടെ പോയി കാണണം. എന്തിന്? ഈ ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോയില്ലെന്നും അയാളുടെ കാറിന് മുമ്പിൽ ചാടി ചാവുന്നൊക്കെ കൊണ്ട് പറയണം. നീട്ട് വന്നേ വല്ലതും കഴിക്കാൻ വാ. ഇത് ഒന്നും വായിച്ച് തിന്നാൻ പറ്റണില്ലല്ലേ? ഈ ഏരിയയിൽ ഇത്രയും കടയുണ്ടായിട്ടും ഇവിടെ മാത്രം ഉണ്ട് ഇത്രയും തിരക്കാൻ തനിക്കറിയാമോ? വായിക്ക് രുചിയുള്ള ആഹാരം കൊടുക്കുന്ന ഒരൊറ്റ കട ഇത് മാത്രമേ ഉള്ളൂ. അല്ല സാറന്മാരോ, നമ്മുടെ പുട്ടുകടലെ വളരെ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. നല്ല ചൂട് പുട്ടുകടല എടുക്കട്ടെ? വേണ്ട, കടലയും പുട്ടും മതി. കടലയും പുട്ടും എടുത്തോ. ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇവന്റെ അനിയന് ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് എടുത്ത് കൊടുത്തത് ഞാനാണ്. അപ്പൊ ആ ഓട്ടോറിക്ഷയിലും കാണുമല്ലോ ഡിസ്കൗണ്ട്. ഇല്ല, അവൻ ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ച അന്ന് തന്നെ ലോറി അടിച്ച് മരിച്ചുപോയി. നല്ല കൈപ്പുണ്ണി. കുട്ടപ്പാ, കുട്ടപ്പാ, എന്താ സാറേ? എന്റെ കൂടെ ഉള്ളത് ഒരു അടുത്ത സുഹൃത്താ. ഫുഡ് ഇൻസ്പെക്ടറായിട്ട് ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. മോൻ കണ്ടപ്പോഴേ തോന്നി. നീ കാശൊന്നും വാങ്ങരുത്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ആഹാരം വേണ്ട. ഞാൻ അടുത്ത കടയിൽ പോയി തിന്നാൻ കൊള്ളാവുന്ന നല്ല എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ഇവിടുത്തെ എന്ത് പറ്റിയടാ? സെക്കൻഡ് വീക്കാ. നല്ല വീക്ക് കിട്ടാഞ്ഞിട്ടാണ്. എല്ലാം നല്ല ചൂടായിട്ട് എടുക്കാൻ പറയായിരുന്നേ. നീ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നാറ്റിക്കോ? ഏയ്, ഒരിക്കലും നീ നാറിയാലും ഞാൻ എന്നെ ആറ്റിക്കൂല. ഫ്ലൈറ്റ് ഡിലേ അല്ലെങ്കിൽ ഞാൻ 10:30 തന്നെ അവിടെ എത്തും. കോൺഫറൻസ് കഴിഞ്ഞ് ലഞ്ചിന് ശേഷം ജയന്തിലാലെ കാണാന്ന് പറയും. ആ പിന്നെ, ഹലോ ഹലോ, സമയം ഒരു അത്യാവശ്യത്തിന് വിളിക്കും ഇങ്ങനെ. ഹലോ, ആ സുരേഷ് കട്ടായി പോയി. നാളെ സിംഗപ്പൂർ ഫ്ലൈറ്റിന് എനിക്ക് ടിക്കറ്റ് പറയണം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ? ആ അതിന്റെ പെട്ടെന്നാകട്ടെ. എന്നാ ഈ തിരക്കൊന്ന് തീരുന്നത്? എപ്പോ നോക്കിയാലും പ്രകാശിന് ഫാക്ടറിയും ടൂറും എന്നും ഒരൊറ്റ ചിന്തയുള്ളൂ. വീട്ടിലിരിക്കുമ്പോഴും ബിസിനസിനെ പറ്റി സംസാരിക്കാനല്ലാതെ മറ്റൊന്നിനും സമയം ഉണ്ടാകാറില്ലല്ലോ. ശരിയാണ്, ഞാൻ ഒരു വർക്ക് ബോളിക്കാണ്. അതിന്റെ ആവശ്യവും ഇമ്പോർട്ടൻസും മനസ്സിലാകാത്തത് നിനക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ളവർക്ക് പോലും അത് മനസ്സിലായിട്ടില്ല. ഓ, ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ ഇംഗ്ലീഷുകാരെ കണ്ടു പഠിക്കണം. അവരുടെ പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ, വർക്കിനോടുള്ള സിൻസിയറിറ്റി ആൻഡ് എവറിത്തിങ്. പറയുന്നത് കേട്ടാ തോന്നും ആള് ജനിച്ചതും വളർന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണെന്ന്. ആ കൂടി പഠിക്കാൻ പോയ 6 കൊല്ലമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നല്ല കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ 6 കൊല്ലം വേണ്ട, 6 ദിവസം തന്നെ ധാരാളമാണ്. ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയാതെ രാവും പകലും ഓടി നടന്ന് പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഞാനിവിടെ ഉള്ള കാര്യം പോലും പ്രകാശ് പലപ്പോഴും മറക്കാറുണ്ട്. എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ നിനക്കിത് പതിവാ. തർക്കിക്കാൻ എനിക്ക് ടൈമില്ല. പോകുന്ന വഴി ഓഫീസിൽ കയറിട്ട് വേണം പോകാൻ. അനിത പറയുന്നതിലും കാര്യമില്ലായില്ല. സ്നേഹമുള്ള ഭാര്യമാർക്ക് ഭർത്താവ് എപ്പോഴും അടുത്തുണ്ടാവണം. അത് ശരിയാ. അതുകൊണ്ടല്ലേ ഞാൻ ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളതിൽ 8 ദിവസം ലീവ് എടുത്ത് ശാന്തമ്മയുടെ അടുത്ത് പോയിരിക്കുന്നത്. ആ മതി മതി, പെട്ടിയെടുത്ത് വണ്ടിക്കകത്ത് വെച്ചില്ലേ? ചെന്ന ഉടനെ വിളിക്കണേ. ഈ മൂളലേ ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോ എല്ലാം മറക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ 100 എക്സ്ക്യൂസും. ഇല്ല മോളെ. അച്ഛോ,